ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ധനുഷ്കോടി പോയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി വണ്ടി വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഹിമാലയൻ എടുത്തതിന് ശേഷം നമ്മൾ ധനുഷ്കോടി പോകണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു. പക്ഷേ അതിനുള്ളൊരു ടൈം നമുക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ 2 ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്, അവർ MTയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ഒരു 4:35 PM തന്നെയാണ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വണ്ടിയിലെ എയറും കാര്യങ്ങളെല്ലാം അടിച്ച് നമ്മൾ നേരെ പോയി. കംഫർട്ട് ഞാൻ പറഞ്ഞുതരാം. ഓട്ടോറിക്ഷയുടെ ട്യൂബാണ്, ഓട്ടോറിക്ഷയുടെ ട്യൂബ്. ഒരു 6:30 സംതിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ചായ എന്തെങ്കിലും കുടിക്കാമെന്നുള്ള രീതിക്ക് അവിടെ വണ്ടി നിർത്തിയപ്പോഴാണ് നമ്മൾ സൈഡിൽ ഒരു ആനയെല്ലാം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ കുറച്ച് പഴമെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ അതിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തു. കാരണം നമ്മൾ മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. അപ്പോൾ ചായ എല്ലാം കുടിച്ച് ഒന്ന് റിഫ്രഷായിട്ട് നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല മഞ്ഞായിട്ടുണ്ടായിരുന്നു. ഇതില്ലായിരുന്നു പോകുന്ന റൂട്ടൊന്ന് എൻജോയ് ചെയ്യാത്ത ഭയണ്ട്. റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, പിന്നെ കോന്നി, തെന്മല ആ വഴി കയറി തെങ്കാശി കയറിയിട്ട് നേരെ രാമനാഥപുരം, പിന്നെ അവിടുന്ന് ധനുഷ്കോടി, രാമനാഥപുരം, പിന്നെ അവിടുന്ന് ധനുഷ്കോടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ധനുഷ്കോടിയൊക്കെ പോയിട്ട് പിന്നെ മധുരൈ, പിന്നെ തിരിച്ച് മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയാണ് വരുന്നത്. ഇപ്പോൾ റാന്നി ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 120 കിലോമീറ്ററാണ് നമ്മുടെ ഇവിടെ തെങ്കാശിക്കുള്ളത്. അങ്ങനെ നമ്മളൊരു 9:30 സംതിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കോന്നിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് തെന്മലയുടെ മെയിൻ ആയിട്ട് കാണുമ്പോൾ ഈ ട്രാക്കാണ് അടിപൊളിയായിട്ടത്. എവിടെയൊക്കെ ഞാൻ സിനിമയിൽ ഇത് കണ്ടിട്ടുണ്ട്, ബട്ട് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും. നല്ല ഒരു വൈബായിരുന്നു കാണുമ്പോൾ തന്നെ. ഇവിടുന്ന് വീടാണോ? നല്ല ഒരു കൺസ്ട്രക്ഷൻ കാണാൻ നല്ല രസമുണ്ട്. ചുമ്മാ പില്ലറല്ലാതെ നല്ല റെയിൽവേ ട്രാക്ക് സൂപ്പറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓഹോ, മലകളുടെ ഇടയിൽ കൂടെ ആണല്ലോ റോഡ്. ഈ മലയുടെ അപ്പുറത്താണ് തെങ്കാശി. പുറത്തും കൂടി പോയിട്ട് 2 മണിയായി. പോവാ, ഇതന്നെ വഴി തന്നെ. ഐസ്ക്രീം എന്നാ വാ, അടുത്ത കളി നിർത്താം. അങ്ങനെ നമ്മൾ രാമനാഥപുരത്ത് എത്തി. ഒരു 8:39 സംതിങ് ഒക്കെ ആയപ്പോൾ എത്തി. നമ്മളവിടെ നിന്ന് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിലുള്ളൂ. നെക്സ്റ്റ് ധനുഷ്കോടി പോയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.